ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കാണിക്കുന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നുള്ളതെന്ന് കണ്ടു നോക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ഒരു വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളിയാണ്. തക്കാളി വഴന്നു വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പൊടികളായിട്ട് ഇത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഓംലെറ്റാണ്. ഉപ്പ് മാത്രം ചേർത്തിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളതായിരുന്നു. ഇത് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓംലെറ്റ് ചേർത്തതിന് ശേഷം ഇതൊന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചോറ് ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല. ഒരു അച്ചാറോ തൈരോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും മാത്രം മതി. പിന്നെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയാൽ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.